തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റു. ചെങ്കൽ മേക്കോണം JN നിവാസിൽ ഷിബുവിൻ്റെയും ബീനയുടെയും മകൾ 12 വയസ്സുകാരിയായ നേഹക്കാണ് പാമ്പ് കടിയേറ്റത്. വെള്ളിയാഴ്ച ഉച്ചക്ക് 12-ന് ക്ലാസ് മുറിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് സംഭവം നടന്നത്. നേഹയുടെ വലതുകാൽ പാദത്തിലാണ് കടിയേറ്റത്. ഉടനെ കുട്ടി കുതറി മാറി. ഈ സമയം മറ്റു കുട്ടികളും അടുത്തുണ്ടായിരുന്നു. ഉടനെ നേഹയെ സ്കൂൾ അധികൃതർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് വീട്ടുകാരെയും വിളിച്ചു വരുത്തി. ചുരുട്ട എന്നറിയപ്പെടുന്ന പാമ്പാണ് കടിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. പാമ്പിനെ സ്കൂളുകാർ അടിച്ചു കൊന്നു. നേഹ ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. സ്കൂളും പരിസരവും കാട് കയറി കിടക്കുവാണെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. പണം ഞങ്ങൾ തരും. അതേസമയം ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടിയും. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DDE എന്നിവരോട് റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ നേഹ പങ്കെടുക്കുന്നതിനിടെ മുള്ളുകുത്തിയതുപോലെ വേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. അതേസമയം സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് നിർദ്ദേശം നൽകാറുണ്ട്. എന്നിട്ടും ഇത്തരമൊരു സംഭവം നടന്നത് ഗൗരവകരമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ UP സ്കൂളിലാണ് സംഭവം. കുട്ടിയെ ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 1961-ൽ ആരംഭിച്ചതാണ് ചെങ്കൽ സ്കൂള്. 50 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നതും. കാലാകാലങ്ങളായി ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടെന്ന് പ്രധാനാധ്യാപിക ഇന്ദു പ്രതികരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ കാടും പടപ്പും കയറിയ നിലയിലാണ് സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളെന്ന് രക്ഷകർത്താക്കളും ആരോപിച്ചിരുന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതെന്നാണ് മാനേജറും പറയുന്നത്.